സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന്റെ പുതിയ പുസ്തകം നിന്നെക്കുറിച്ചുള്ള കവിതകളുടെ പ്രകാശനം നോവലിസ്റ്റ് പുഷ്പമ്മ നിർവഹിച്ചു. ചടങ്ങ് കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി ഉദ്ഘാടനം ചെയ്തു. പച്ച ആഴ്ച പത്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രണയ കവിതകളുടെ പ്രകാശനം. ജീവിത വഴിയിലെ ചുറ്റുപാടുകളെ എഴുത്തിനോട് ചേർത്തുള്ള രചനാശൈലിയാണ് സാഹിത്യകാരനായ അക്ബർ നേര്യമംഗലത്തിൻ്റേത്. അക്ബറിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകമാണ് നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന കവിതാ സമാഹാരം. പട്ടാമ്പി ലോഗോസ് ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം അടിമാലി ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പണ്ടുകാലത്ത് നാം എടുക്കുമ്പോൾ ഞാനൊക്കെ ആദ്യം പൊതുപ്രവർത്തനം തുടങ്ങുന്നതിന് ലൈബ്രറി തുടങ്ങിയിട്ടുണ്ട്. 15-ാമത്തെ വയസ്സിൽ സ്കൂള് വിട്ട് കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ലൈബ്രറിയാണ് നമ്മുടെ എല്ലാം. ഇപ്പൊ അതൊന്നും കാണുന്നേയില്ല. അവിടെ കൂടി നിന്ന് കലാകാരന്മാരെ എല്ലാം കൂട്ടി അവിടെ നാട്ടിൽ വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്ന രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ. അതിലെല്ലാം മാറ്റം വന്നു. മൊബൈലും ടിവിയും പുതിയ പോക്ക് കാണുമ്പോൾ നമ്മളുടെ കുട്ടികൾ എതിരേ പോകുന്നു എന്ന് ചിന്തിക്കാൻ കാലത്തിലേക്ക് രക്ഷകർത്താക്കൾ കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തുല്യത്തിൽ ഇത് വളരെ വ്യക്തമായി എഴുതണം. ഓരോ പുസ്തകം വായിക്കില്ല, നമ്മളുടെ കുട്ടികൾ വായിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അത് കണ്ട് എഴുതണം. ആ കാഴ്ച കുട്ടികളെ ഇതിലേക്ക് തിരിച്ചു നാളെ കൊണ്ടുവന്നാൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതായി. നോവലിസ്റ്റ് പുഷ്പമ്മ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അക്ബറിന്റെ ഭാര്യ നബീസ അക്ബർ പുസ്തകം സ്വീകരിച്ചു. നമ്മൾ കൃത്യസമയത്ത് ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അല്പം നേരത്തെ പോകാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ആ സ്ഥലത്ത് നേരത്തെ എത്തിപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ചുറ്റിലുമുള്ള പ്രകൃതിയെ വീക്ഷിക്കുകയുള്ളൂ, നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ, നമുക്ക് പ്രകൃതിയിൽ കാണുന്ന എന്തിനോടും കൗതുകം തോന്നുകയുള്ളൂ. മറിച്ച് നമ്മൾ ഓടിച്ചെന്ന് കയറുന്ന ഒരു ബസ്സിൽ നമ്മൾ ഇരിക്കുന്നത്, ഞാൻ ഇനിയും വൈകുമോ, ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് വൈകിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ, ഞാൻ പോകുന്ന കാര്യം നടക്കുമോ, നമ്മുടെ മനസ്സ് കലുഷിതമാണ്. കവി ശ്രീകുമാർ കരിയാട് മുഖ്യാതിഥിയായി. സാഹിത്യകാരൻ ആന്റണി മുനിയറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് പുസ്തകാസ്വാദന പ്രഭാഷണം നടത്തി. പച്ച ആഴ്ചപത്രം പത്രാധിപർ സത്യൻ കോനാട്ട്, എഴുത്തുകാരൻ CS റജികുമാർ, ഷീലാലാൽ, സന്തോഷ് കുമാർ MM തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക സാഹിത്യരംഗത്തെ വിവിധയാളുകൾ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. അക്ബറിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ള സാഹിത്യ സൃഷ്ടികളിൽ 4 കവിതാ സമാഹാരങ്ങളും 1 കാടനുഭവങ്ങളുമാണ്. എഴുത്തിനൊപ്പം മാധ്യമപ്രവർത്തനം കൂടി ഒപ്പം കൊണ്ടുപോകുന്ന അക്ബർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ കേബിൾ TV ചാനലിൽ വാർത്താ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. നാഷണൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ സാഹിത്യ പുരസ്കാരം, സംസ്കാര സാഹിത്യ അവാർഡ്, പുരോഗമന കലാസാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.